വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് സമർപ്പിച്ച നിവേദനവുമായി ബന്ധപ്പെട്ട് വ്യാജവാർത്ത നൽകിയ മാധ്യമങ്ങൾക്കെതിരെ പ്രതിഷേധം ശക്തം. കള്ളവാർത്ത നൽകിയ മാധ്യമങ്ങൾക്കെതിരെ കേസെടുക്കാവുന്നതാണെന്ന് നിയമജ്ഞർ പറയുന്നു. കേബിൾ ടിവി നെറ്റ്വർക്ക് ആക്ട് ലംഘിച്ചതിന് കേസെടുക്കാമെന്നാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അടിയന്തര സഹായം ലഭിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ച നിവേദനത്തെ സംസ്ഥാനം ചെലവഴിച്ച തുകയുടെ കണക്കെന്ന നിലയിൽ ചില മാധ്യമങ്ങൾ വ്യാജ വാർത്ത നൽകിയിരുന്നു. വാർത്ത തെറ്റാണെന്ന് ബോധ്യമായിട്ടും തിരുത്താൻ പല മാധ്യമങ്ങളും തയ്യാറായതുമില്ല. ഈ സാഹചര്യത്തിലാണ് ഈ മാധ്യമങ്ങൾക്കെതിരെ പ്രതിഷേധം ശക്തമായിരിക്കുന്നത്. കള്ളവാർത്ത പ്രചരിപ്പിച്ച മാധ്യമങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാവുന്നതാണെന്ന് നിയമവിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നു. കേബിൾ ടിവി നെറ്റ്വർക്ക് ആക്ട് ലംഘിച്ചതിന് കേസെടുക്കാമെന്നും അത് മാധ്യമ സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമല്ലെന്നും മാധ്യമ ദുസ്വാതന്ത്ര്യത്തിന്മേലുള്ള നിയമത്തിന്റെ ഉപയോഗമാണെന്നും അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ വ്യക്തമാക്കി. കേബിൾ ടിവി നെറ്റ്വർക്ക് ആക്ടിൻ്റെ കീഴിലുള്ള ചട്ടങ്ങളിൽ വളരെ കൃത്യമായിട്ട് നുണ പ്രചരിപ്പിക്കാൻ പാടില്ല മാധ്യമങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ചട്ടപ്രകാരം അവർക്കെതിരെ കേസെടുക്കാവുന്നതാണ്. അത് പലപ്പോഴും മാധ്യമ സ്വാതന്ത്ര്യം നിലനിന്ന് പോകട്ടെ എന്ന് ഭരണകൂടം വിചാരിക്കുമ്പോൾ, അത് വളരെ പോസിറ്റീവായിട്ടുള്ള ജനാധിപത്യത്തിലെ ഒരു കാര്യമായതുകൊണ്ട് അങ്ങനെ പോകട്ടെ എന്ന് വിചാരിക്കുമ്പോൾ കിട്ടുന്ന സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്യാൻ പാടില്ല എന്നുള്ള ജനാധിപത്യത്തിലെ മറ്റൊരു ഉത്തരവാദിത്വം മാധ്യമങ്ങളും പാലിക്കേണ്ടതുണ്ട്. മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഇന്ത്യയിൽ, പ്രത്യേകിച്ച് ചാനലുകളുടെ, ഇന്ത്യയിൽ നിലനിൽക്കുന്ന പാർലമെൻറ്റ് പാസാക്കിയ നിയമങ്ങളുടെയും അതിന് കീഴിലുള്ള ചട്ടങ്ങളുടെയും കീഴിലാണ്. മാധ്യമങ്ങൾ പക്ഷപാതപരമായ നിലപാടാണ് സ്വീകരിക്കാറുള്ളതെന്നും അഡ്വക്കേറ്റ് ഹരീഷ് പറഞ്ഞു. PM കെയർ കൊള്ളയെപ്പറ്റി മാധ്യമങ്ങൾ മൗനം പാലിക്കുന്നത് ഇതിന് മികച്ച ഉദാഹരണമാണെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ ഉൾപ്പെടെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടുമായിരുന്ന CSR ഫണ്ട് ഉൾപ്പെടെ വകമാറ്റി PM കെയറിലേക്ക് കൊണ്ടുപോകുന്നൊരു സ്ഥിതി ഉണ്ടായി. എന്നാൽ PM കെയറിനകത്ത് നടക്കുന്ന വലിയ കൊള്ളയെപ്പറ്റി, കൊള്ളാന്ന് ഞാൻ പറയുന്നത് 100 കോടിയോ 1000 കോടിയുടെയോ കൊള്ളയല്ല, അതിലും വലിയൊരു കൊള്ളയെപ്പറ്റി ഈ സംസ്ഥാനത്തെ ഒരു മാധ്യമങ്ങളും വാർത്ത ചെയ്യുന്നില്ല. അങ്ങനെയൊന്നും ഈ രാജ്യത്ത് നടക്കുന്നതായിട്ട് പോലും അവരുടെ പ്രേക്ഷകർ അറിയണമെന്ന് അവർ വിചാരിക്കുന്നില്ല. എന്നാൽ അതേസമയം എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുന്ന ഒരു സത്യവാങ്മൂലത്തിലെ ചില ഭാഗങ്ങൾ എടുത്തുകൊണ്ട് തെറ്റായിട്ടുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുന്നു. ഇത് തീരുമാനിക്കുന്നതിനകത്ത് ഒരു പക്ഷപാതിത്വമുണ്ട് എന്ന കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. സംസ്ഥാനത്തിന്റെ പൊതു താൽപ്പര്യത്തിനെതിരായി വ്യാജ പ്രചാരണം നടത്തുന്ന മാധ്യമങ്ങളുടെ നിക്ഷിപ്ത താൽപ്പര്യത്തെക്കുറിച്ച് അന്വേഷണം നടത്തേണ്ടതാണെന്നും അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ അഭിപ്രായപ്പെട്ടു. കൈരളി ന്യൂസ്, കൊച്ചി.